പിച്ച് കൃത്യമായിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ടാപ്പ് റേഞ്ച് കേട്ടോ. അതെ ഇതാ ടാപ്പ് റേഞ്ച് ഇതിപ്പോ 12 ഇവിടെ നോക്കി ഇത് നോക്കണേ. ഇത് എഴുതണ്ടോ 12 into 1.75 ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 12 into 1.75 ആണെങ്കിൽ ഹോൾ തേക്കാം. 12 into 1.75 ഹോൾ തേക്കാം. 12 minus 1.75 അപ്പൊ അതൊരു 1.2 പോയാൽ 10.8 10.75 അപ്പൊ നമുക്ക് 10.8 ഇടാം. അറിയായോ? അപ്പൊ 10.8 ഹോൾ ഇടുക. എന്നിട്ട് അപ്പൊ ഒരു ഹോൾ കിട്ടി. ആ ഹോളിലാണ് നമ്മൾ ഇത് വെച്ച് തൊട്ടിരുന്നത്. ഇതാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, തേർഡ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാ, സെക്കൻഡ് ഹാഫ് എങ്ങനെയാ, തേർഡ് ഹാഫ് എങ്ങനെയാ വെച്ചാൽ ഇതിന്റെ എൻഡിൽ ടാപ്പർ ഇത് നോക്കി. ഇതിൽ നോക്കി ഇതിനുണ്ടോ, ഇതിന്റെ ഏതാ ടാപ്പർ കൂടുതലുള്ള ഇതല്ലേ? നിങ്ങൾ ഇതിന്റെ ഫേസിലേക്ക് നോക്ക്. ഈ 3 ടാപ്പിൽ ടാപ്പർ കൂടുതലുള്ള ഏതാ? ഇതായിരിക്കും കേട്ടോ ടാപ്പർ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതായത് ചരിവ് ആംഗിൾ കൂടുതലുള്ള അപ്പൊ അതായിരിക്കും ഏറ്റവും ആദ്യം ഇടുമ്പോ അതിലേക്ക് പിടിക്കുള്ളൂ. അല്ലാതെ മൂന്നാമത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ പാടായിരിക്കും. അപ്പൊ നമ്മൾ ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ ആയിട്ട് ടാപ്പ് ഇട്ട് നമ്മൾ ഒരു തിരിയടിക്കും. തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ത്രെഡ് വീഴും. അപ്പൊ ആ ഡെപ്ത് കൃത്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രണ്ടാമത് ടാപ്പ് ഇട്ട് ഈ രണ്ടാമത് അത് ഇച്ചിരി സോപ്പ് കുറവുള്ള അതാണ് സെക്കൻഡ് ടാപ്പ്. അപ്പൊ ഇച്ചിരി ഡെപ്ത് വീഴും. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ആ 1.75 ലഭിച്ച് ആ പിച്ച് ഉള്ളിലേക്ക്, അതായത് 8.5 അവസാനം തരുമ്പോഴത്തേക്കും അങ്ങോട്ട് 10ലേക്ക് വരുവാണ്. മനസ്സിലായോ? അതായത് ആ റൂട്ട് ഡയമട്രിക് ഇല്ല, റൂട്ട് ഡയമട്രിക് ഇല്ല, അതിലേക്ക് എത്തിക്കപ്പെടും മൂന്നാമത് വരുമ്പോൾ. അപ്പൊ നമ്മൾ സ്ക്രൂ ഇടുമ്പോഴത്തേക്കും ശരിക്കും കയറി പോകും. അതാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. അപ്പൊ അത് ആദ്യമേ നമ്മൾ തേർഡ് ഹാഫ് ഇട്ടാന്ന് പറയോ ടാപ്പ് പൊട്ടി പോകും. അതായത് അത് മൊത്തം അതിലേക്ക് കയറി വരും. മറ്റൊരു ആദ്യം കുറച്ച് ഡെപ്ത് പോയി, രണ്ടാമത്തെ കുറച്ച് അവസാനം 1.7 പിച്ച് വരും. മനസ്സിലായോ? കാര്യം അതാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. ഓക്കെ, അതുകൊണ്ട് നോക്കിയിരിക്കുക. അടുത്ത ഇതിൽ വെച്ചിട്ട് ഇത് 12 റാമ്പോയോ ഈ മെഷീനിൽ ഇത് കയ്യിലേക്കാൻ പറ്റുള്ളൂ. രണ്ടുപേർക്ക് ഡ്രില്ലിംഗ് ഉണ്ടെങ്കിൽ ഒരാൾ അതിൽ ഒരാൾ ഇതായിരിക്കും. അന്നേരത്ത് പുറം വന്നാന്ന് രക്ഷയില്ല. നേരത്തെ പുറം മനസ്സിലാക്കി പണി നിർത്തുക. അല്ല അത് ഇത് അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. നേരെ ഇത് പോകണം. ഇത് നമ്മളിത് തിരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തേ. ഇത് 10 വേണം കേട്ടോ. 10.2 അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ M12 ചെയ്യണമെങ്കിൽ എത്ര വേണം ഹോള്? M12 1.25 M12 1.25 ആണ്. അപ്പൊ ഹോൾ വേണം 12 into 1.75 അപ്പൊ എത്ര വേണം ഹോള്? 12 minus 10.25 ഓക്കെ. അപ്പൊ ഇതിപ്പോ 10.3 ഉണ്ട് ഈ ഹോൾ ഉണ്ടോ? ഇത് അതിന് വേണ്ടി ചെയ്യണം. അവിടെ ഹോളോടെ ഇതായി ഇത് തന്നെ ഉണ്ടോ കേട്ടോ. ഇതിപ്പോ 10.25 ഹോൾ ഡ്രിൽ എടുക്കുക. ഇനി എങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കാണിച്ചാൽ അപ്പൊ ഇങ്ങനെ വയ്ക്കുക. ഇതേ ടാപ്പ് ചെയ്യണ ഹോളിന്ന് ചാമ്പറിന് നല്ലതായിക്കോട്ടോ. ചാമ്പർ മീൻസ് പുതിയ 12 ആണെങ്കിൽ ഒരു 14 ഇടലിട്ടച്ച് ഇവിടെ വന്ന് ചാമ്പർ ചെയ്ത് ഇവിടെ ഈ ചാമ്പർ വരും. അപ്പൊ ടാപ്പ് ഇറങ്ങിപ്പോയി എളുപ്പം. ഇത് ഇവിടെ ബർറ് കാണുണ്ടോ? ഇവിടെ ചാമ്പർ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടാപ്പാണ് ഇട്ടാണല്ലേ നോക്കുക. ഇത് സെക്കൻഡ് കേട്ടോ. പോയിട്ട് ഫസ്റ്റ് ആണ്. കണ്ടോ എങ്ങനെയാണോ? ഇതല്ല എപ്പോഴാ ഹോള് നേരെ ഇത് ഇറക്കുക. കണ്ടോ കണ്ടോ കണ്ടോ
എന്നിട്ട് ചേട്ടാ അത് ചെയ്യുമ്പോ ഇച്ച ഓയിലാണോ ഇവിടെ എടാ ഓയിൽക്കാൻ നോക്കി വയ്ക്കാൻ ഓയിലാണോ എടാ നീ നമുക്ക് കൈ കൊണ്ട് വിട്ടു നോക്കി എന്റെ കയ്യിലാക്കാൻ പറ്റില്ല അയ്യോ എന്നാ അതിലായിട്ട് ആ ഹോളിൽ ചോദിച്ചു ഹോളിൽ ഏതാ ഹോളാ ചെയ്യാൻ പോണേ അത് അത് തന്നെ ആ കൈ മുറിയരുത് ആ ഇനി അത് ഈ ടാപ്പിട്ട് വെച്ച് ടാപ്പിൽ പറ്റാ എനിക്ക് ഓയിൽ അലർജി ആകുകൊണ്ടാ വെച്ചേ എന്നിട്ട് ഇതിങ്ങനെ എങ്ങനെ ടാപ്പ് ചെയ്യാൻ കാണിച്ചത് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് അതിൽ ആദ്യം തന്നെ ഒരു ത്രെഡ് പിടിക്കണം എന്നിട്ട് അതാണ് ത്രെഡ് പോകും അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നേരെ അങ്ങ് ത്രെഡ് പിടിക്കാം ഇതാരാ ഇത് പറ്റിയത് ആ ഇത് ശരിയല്ല അത് നോക്കി എന്നാ അറിയോ ഇതിപ്പോ ഇങ്ങനെ വെച്ചാണേ ഇതല്ല ശരി ഇതിങ്ങനെ വെച്ചത് ഇത് കേട്ടോ ടെടേ കണ്ടോ വേണ്ട ഇത് പുള്ളിക്കാരി വെച്ച് ഇങ്ങനെ അതായത് ഇത് കണ്ടോ ഈ ആംഗിൾ ഉണ്ടോ ടെടേ കണ്ടോ അതായത് ഈ വീല് ഇത് വി കണ്ടോ ടെടേ കണ്ടോ കണ്ടോ ഇതായത് എന്നിട്ട് ഇങ്ങനെ അത് നമ്മള് പെർപെൻഡിക്കുലർ ആയാലും കുഴപ്പമറിയോ നമ്മളിരുന്ന ത്രെഡ് ചെരിഞ്ഞു പോകും നമുക്ക് ഇത് ത്രെഡ് ഇവിടെ ഉണ്ടാക്കത്തില്ല അതിൽ എന്തെങ്കിലും സ്ക്രൂ മുറുക്കാൻ വേണ്ടിട്ടാ അപ്പൊ നമ്മുടെ ഇരുന്ന ടാപ്പ് ചെരിഞ്ഞു പോയാൽ ത്രെഡ് ചെരിഞ്ഞു പോകും അപ്പൊ അതിൽ വീണ സ്ക്രൂ ചിലപ്പോൾ ഇത് ഇങ്ങനെ കുറെ സ്ക്രൂ ഇട്ട് എവിടെയെങ്കിലും പഠിപ്പിക്കാനുള്ളതായിരിക്കും മനസ്സിലാവണ്ടോ നമ്മുടെ ഈ പ്രോഡക്റ്റ് കുറച്ച് സ്ക്രൂ ഇട്ട് എവിടെയെങ്കിലും പിടിക്കാനുള്ളതായിരിക്കും അപ്പൊ ചെരിഞ്ഞു പോയ സാധനം ഈ പ്രോഡക്റ്റ് ചെരിഞ്ഞിരിക്കും അതെ അപ്പൊ നമ്മുടെ ഉപയോഗം ശരിയാവില്ല അതുകൊട്ടെ അപ്പൊ നമുക്ക് അത് പിന്നെ നിങ്ങൾ തൽക്കാലം പരീക്ഷിക്കുന്ന ഇങ്ങനെ പിടിച്ച് നമുക്ക് അറിയാൻ പറ്റും ടാപ്പ് ചെയ്യാൻ കാണിച്ചു അങ്ങനെയല്ലേ കണ്ടോ പോയി പിടിച്ച് ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാ ടാപ്പ് ചെയ്യണേ അതായത് ടൈം എന്ന് പുറോട്ട് വേണം ആ ചിപ്പ് പോയില്ലെങ്കിൽ ആ ചിപ്പ് അതിൽ ഗ്രൗ ചെയ്ത് ടാപ്പ് പൊട്ടി പോകും അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ കട്ട് ചെയ്യണം കണ്ടോ നമ്മൾ കയ്യിൽ കിട്ടും കയ്യിൽ നമുക്ക് ഒരു ലോഡ് വരും കണ്ടോ തിരിച്ചു അപ്പൊ ആ ചിപ്പ പോയി പിന്നെ കണ്ടോ തിരിച്ചെടുക്കുക ഇത് തിക്നസ് കുറവ് കാരണം ഇത്ര ഉള്ളു കേട്ടോ അപ്പൊ ഇനി അത് സ്ക്രൂ ഫോണിൽ പോകും കേട്ടോ അപ്പൊ ത്രെഡ് അതിലൊരു ഇനീഷ്യലായിട്ട് ത്രെഡ് ഫോം ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ടാപ്പ് ഇടുക സെക്കൻഡ് ടാപ്പ് ഇടുന്നില്ല ഇനി നേരെ തേർഡ് ടാപ്പ് ഇടാം കേട്ടോ അപ്പൊ ഇറങ്ങി പോകണ്ടോ ഇനി തിരിച്ചെടുക്കുക ഒറ്റ വഴി നോക്കരുത് ഞാൻ ത്രെഡിൽ കൂടെ തന്നെ തിരിഞ്ഞു തന്നെ പോകണം സ്ക്രൂ ഇടുമ്പേ സ്ക്രൂ ഇട്ട് ഞാൻ തിരിഞ്ഞു പോരില്ലേ എന്ന് പറഞ്ഞാൽ ടാപ്പ് ഇങ്ങനെ തിരിഞ്ഞു പോകണം കൊണ്ടോ ഇപ്പൊ ആ ഉള്ളിലേക്ക് വീണേക്കുന്ന ത്രെഡിന്റെ പിച്ച് ആ ഉള്ളിലേക്ക് ഡെപ്ത് കുറവായിരിക്കും ഇതിപ്പോ അത് നമ്മൾ അടുത്ത ത്രെഡ് ഇടണം ഇപ്പൊ 1.75 എന്നുള്ള ചിലപ്പോൾ ഇപ്പൊ 1.25 ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ സെക്കൻഡ് ടാപ്പ് ഇടുക സെക്കൻഡ് ടാപ്പ് വേണമില്ല നേരെ ഞാൻ എടുത്താണ്ട് അത് നേരെയില്ല കേട്ടോ സെക്കൻഡ് ടാപ്പ് ഇടണമെന്നില്ല ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇത് ഇച്ചിരി ഈ ടാപ്പ് ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങിക്കണം എന്നാലാണ് ആ വീല് കണ്ടോ ഇനി ഇത് രണ്ടാമത് ഇതിൽ ഇവിടെ ഇത് ഇടുക ഇനി വേഗം പോക്കോളും ഇനി അവൻ ആ അതിലേക്ക് പോകും ഇപ്പൊ ഇതിൽ റിവേഴ്സ് ആക്കുന്നില്ല തേർഡ് വരുമ്പോ കട്ടിങ് കുറവാണ് ഫസ്റ്റ് മാത്രം റിവേഴ്സ് പക്ഷെ നമുക്ക് റിവേഴ്സ് ആക്കാൻ നമ്മുടെ കയ്യിൽ ആ ലോഡ് വരും കയ്യിൽ ലോഡ് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് ആക്കുക അല്ലെങ്കിൽ നമുക്കത് ഉണ്ടോ ഇപ്പൊ ഇത് ഉണ്ടോ ഇത്ര ഓയിലൊക്കെ ഇടുകയാണെങ്കിൽ ടാപ്പിംഗ് ടു മേക്ക് ഇന്ത്യൻ ടാപ്പ് എന്തായോ അപ്പൊ ഇതിനെ പറ്റിയാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ അങ്ങനെ ഹോൾ എങ്ങനെ എത്ര ഹോളിടണം അത് നിങ്ങൾ ടൈപ്പ് ടാപ്പ് എത്ര എണ്ണം ഉണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് ടാപ്പ് സെക്കൻഡ് ടാപ്പ് തേർഡ് ടാപ്പ് തരും അപ്പോൾ നമുക്കൊരു പീസ് തരികയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് അയാൾ പല ചോദ്യം ചോദിക്കും ഡ്രില്ലിങ് ചോദിക്കാം ബോറിംഗ് ചോദിക്കാം റീമിങ് ചോദിക്കാം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയാണല്ലോ മാർക്ക് കിട്ടണേ